കാതികയിലേക്ക് സ്വാഗതം. ഇന്ന് കാതികയിൽ നമുക്ക് പഞ്ചതന്ത്രത്തിൽ നിന്നുള്ള ഒരു കഥ കേൾക്കാം. കഥയുടെ പേര് നല്ല ബുദ്ധിയും കുബുദ്ധിയും. കഥ കേൾക്കാം. പണ്ട് ഒരു ഗ്രാമത്തിൽ രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു. ഒരാളുടെ പേര് ധർമ്മബുദ്ധി, അതായത് നല്ല മനസ്സ്. മറ്റേ കൂട്ടുകാരന്റെ പേര് പാപബുദ്ധി, അതായത് കുബുദ്ധിയുള്ളവൻ. അപ്പോൾ അവരുടെ പേര് പോലെ തന്നെ ധർമ്മബുദ്ധി നല്ല ബുദ്ധിയുള്ളവനായിരുന്നു. പാപബുദ്ധിക്ക് കുറച്ച് ബുദ്ധി കുറവായിരുന്നു. അവന് കൂടുതലും കുബുദ്ധിയായിരുന്നു, ഒരു മടിയനും കൂടിയായിരുന്നു. ഒരു ദിവസം പാപബുദ്ധിക്ക് ഒരു കാര്യം തോന്നി. എനിക്ക് വലിയ ബുദ്ധിയൊന്നുമില്ല, എന്റെ ബുദ്ധി വെച്ച് പൈസ ഉണ്ടാക്കാനും കഴിയില്ല. എങ്ങനെയെങ്കിലും ധർമ്മബുദ്ധിയെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് അപ്പുറത്തെ കൊട്ടാരത്തിൽ പോയി എന്തെങ്കിലും ജോലി ചെയ്ത് എന്തെങ്കിലും പൈസ ഉണ്ടാക്കി തിരിച്ചു വരണം. അതിന് അവന്റെ ബുദ്ധിയും അവന്റെ കഴിവും ഇല്ലാതെ നടക്കില്ല. എങ്ങനെയെങ്കിലും ചെന്ന് നമ്മുടെ ധർമ്മബുദ്ധിയെ സമ്മതിപ്പിക്കണം. കുറച്ചു കഴിഞ്ഞ് അവൻ ആലോചിച്ച ശേഷം ധർമ്മബുദ്ധിയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, കൂട്ടുകാരാ, നമുക്ക് പൈസ ഉണ്ടാക്കണ്ടേ? ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? നമ്മൾ വയസ്സാകുമ്പോൾ പൈസ ഇല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടില്ലേ? അതിനായിട്ട് നമുക്ക് ഇവിടെ നിന്നാൽ പറ്റില്ല. അപ്പുറത്തെ രാജ്യത്ത് പോയി എന്തെങ്കിലും ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാം. നമ്മൾ കുറെ രാജ്യങ്ങളിൽ ജോലി ചെയ്താലല്ലേ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റും. നല്ല അനുഭവങ്ങൾ നമുക്ക് വേണ്ടേ? ഇത് കേട്ട് ധർമ്മബുദ്ധി സമ്മതിക്കുകയും ചെയ്തു. അവർ രണ്ടുപേരും അവരുടെ അച്ഛനമ്മമാരുടെയും ടീച്ചർമാരുടെയും എല്ലാവരുടെയും അനുഗ്രഹം മേടിച്ച് അവർ ദൂരെയുള്ള ഒരു കൊട്ടാരത്തിലേക്ക് ജോലി തപ്പി പോയി. ഒരു നല്ല ദിവസം നോക്കി അവർ യാത്രയും തുടങ്ങി. അവരവിടെ ചെന്ന് ജോലി ചെയ്ത് നല്ലപോലെ പൈസയും ഉണ്ടാക്കി. എങ്ങനെ ഉണ്ടാക്കി? ധർമ്മബുദ്ധിയുടെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച്. എന്നാലും രണ്ടുപേരും ഒരുമിച്ച് പൈസ എല്ലാം കൂടെ ഒരുമിച്ച് ശേഖരിച്ച് അവസാനം വിചാരിച്ചു, നമുക്ക് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോകാം. അങ്ങനെ അവര് ജോലിയൊക്കെ ചെയ്ത ശേഷം കുറെ നാളുകൾക്ക് ശേഷം അവരുടെ നാട്ടിലേക്ക് തിരിച്ചു വന്നു. അവർ വണ്ടി കയറി തിരിച്ചെത്തി. നാടെത്താറായപ്പോഴത്തേക്കും നമ്മുടെ പാപബുദ്ധി ധർമ്മബുദ്ധിയോട് പറഞ്ഞു, കൂട്ടുകാരാ, നമ്മൾ കുറെ പൈസ ഉണ്ടാക്കി. ഈ പൈസയുമായി ഇപ്പോൾ വീട്ടിലേക്ക് ചെന്നാൽ കുഴപ്പമാണ്. നമ്മുടെ കൂട്ടുകാരും നമുക്കറിയാവുന്ന ബന്ധുക്കളും എല്ലാവരും നമ്മളോട് പൈസ ചോദിക്കും. അതുമാത്രമല്ല, കള്ളന്മാരെങ്ങാനും അറിഞ്ഞാൽ ഇത് കട്ടോണ്ട് പോവുകയും ചെയ്യും. എന്താ ചെയ്യുക? ധർമ്മബുദ്ധി ചോദിച്ചു. എന്നിട്ട് പാപബുദ്ധി പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കാട്ടിൽ ഒരു മരമുണ്ട്. ആ മരത്തിന്റെ അടിയിൽ നമുക്ക് ഈ പൈസ കുഴിച്ചിടാം. ആരും അറിയില്ല. എത്രയോ മരങ്ങളുണ്ട്. ആൾക്കാർ അത് ഒരിക്കലും സംശയിക്കില്ല. നമുക്ക് എപ്പോഴും പൈസ വേണമെങ്കിലും നമുക്ക് ഒരുമിച്ച് വന്ന് കുഴിച്ച് എടുക്കാം. ധർമ്മബുദ്ധിക്ക് പാപബുദ്ധി പറഞ്ഞ കാര്യങ്ങൾക്ക് പൂർണ്ണമായും വിശ്വാസമായി. അവൻ തന്നെ പറ്റിക്കുമെന്ന് അവന് ഒരു സംശയവും ഇല്ലായിരുന്നു. അവർ ഒരു കുഴി കുഴിച്ച് ആ പൈസ മുഴുവനും ആ മരത്തിന്റെ അടിയിൽ കുഴിച്ചിട്ടു. ആവശ്യത്തിനുള്ള പൈസ മാത്രം എടുത്തുകൊണ്ട് അവർ രണ്ടുപേരും വീട്ടിലേക്ക് പോയി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ പാപബുദ്ധിക്ക് ഇരിക്കപ്രതിയില്ലായിരുന്നു. അവന്റെ കുബുദ്ധിയിൽ വന്നു എങ്ങനെങ്കിലും എല്ലാ പൈസയും തന്റെ കയ്യിലാക്കണം. അവൻ ഒരു ദിവസം രാത്രി ചെന്ന് കുഴി കുഴിച്ച് പൈസ മുഴുവനും എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് ആ കുഴി അതുപോലെ തന്നെ മൂടിയിട്ടു. അങ്ങനെ പൈസ മുഴുവൻ പാപബുദ്ധിയുടെ കയ്യിലായി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഒന്നും സംഭവിക്കാത്ത പോലെ പാപബുദ്ധി ധർമ്മബുദ്ധിയുടെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, കൂട്ടുകാരാ, എന്റെ ഒരു വലിയ കുടുംബമാണ്. നമ്മളെടുത്ത പൈസ എല്ലാം തീർന്നുപോയി. എനിക്ക് കുറച്ചും കൂടെ പൈസ വേണം. നമുക്ക് പോയിട്ട് കുഴിച്ചെടുത്തുന്ന കുറച്ച് പൈസ എടുത്താലോ? ധർമ്മബുദ്ധി പറഞ്ഞു, അതിനെന്താ, നമുക്ക് പോകാലോ. അവർ രണ്ടും കൂടി നടന്ന് കാട്ടിലെത്തി. ആ മരവും കണ്ടുപിടിച്ച് മരത്തിന്റെ അടുത്തുള്ള കുഴിയും കുഴിച്ചു. കുഴിയിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എന്തു പറ്റി? പാപബുദ്ധി എല്ലാം കുഴിച്ചെടുത്തില്ലേ? അവര് തപ്പി, ഒന്നും കിട്ടിയില്ല. ഉടനെ പാപബുദ്ധി വച്ചുവെക്കാൻ തുടങ്ങി. എനിക്കറിയാം, ഈ പൈസ മുഴുവനും എടുത്തത് നീയാണ്. നിനക്ക് മാത്രമേ ഈ പൈസയെക്കുറിച്ച് അറിയാൻ പാടുള്ളൂ. നീ ആ പൈസയുടെ എടുത്ത പകുതിയെങ്കിലും എനിക്ക് തന്നില്ലെങ്കിൽ
ഞാൻ ഇപ്പൊ പോയിട്ട് നാട്ടുപ്രമാണിയോട് പറയും, സംഭവിച്ചതെല്ലാം പറയും. അവര് നിനക്ക് ശിക്ഷയും തരും. ധർമ്മപുതി ഞെട്ടിപ്പോയി. എന്താണ് നീ ഇങ്ങനെ പറയുന്നത്? ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. നിനക്ക് എന്നെ വിശ്വാസമില്ലേ? എന്നെ പോലെ സത്യസന്ധനായ ഒരാളെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. അവര് കുറെ നേരം വഴക്കുണ്ടാക്കി. അവസാനം അവര് ആ നാട്ടിലെ മുതിർന്ന ഒരു നാട്ടുപ്രമാണിയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും അഗ്നിദേവന്റെ മുന്നിൽ സത്യം ചെയ്യണം. അതായത് നിങ്ങൾ രണ്ടുപേരും എടുത്തിട്ടില്ല എന്ന്. അതായത് ഒരു തീയുടെ മുന്നിൽ കൈവച്ച് സത്യം ചെയ്യണം. പാപ്പബുദ്ധി പറഞ്ഞു, സത്യം ചെയ്യാൻ ഞാൻ തയ്യാർ. പക്ഷെ അതിനു മുന്നേ ഒരു കാര്യം ചെയ്യണം. എല്ലാ മരങ്ങൾക്കും ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിനോട് ചോദിച്ചാൽ ആ ആത്മാവ് പറയും ആരാണ് എടുത്തതെന്ന്. ആ എടുത്തത് മരം മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ ആത്മാവ് പറയും. എല്ലാവരും അത് കേട്ട് ഒന്ന് ആലോചിച്ചു. എന്നിട്ട് ഒരു മുതിർന്നയാൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് കാട്ടിൽ ചെന്ന് ആ മരത്തിനോട് ചോദിക്കാം. മരം പറയുമെങ്കിൽ പറയട്ടെ. പക്ഷെ മരം ഒന്നും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അഗ്നിദേവന്റെ മുന്നിൽ സത്യം ചെയ്തേ പറ്റൂ. ശരി, പാപബുദ്ധിയും ധർമ്മബുദ്ധിയും സമ്മതിച്ചു. പാപബുദ്ധി പെട്ടെന്ന് ഓടി അവന്റെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് അവന്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛ, എനിക്കൊരു സഹായം ചെയ്യണം. എന്താ മോനെ? അച്ഛൻ പറഞ്ഞു, ഞാൻ കുറേ പൈസ ധർമ്മബുദ്ധിയുടെ അടുത്തുനിന്ന് കട്ടെടുത്തു. എന്നിട്ട് ഇപ്പോൾ ഈ നാട്ടിലെ ആൾക്കാർ അത് അന്വേഷിച്ച് നടക്കുകയാണ്. അച്ഛൻ എന്നെ ഒന്ന് സഹായിക്കണം. നമുക്ക് എങ്ങനെയെങ്കിലും ആ പൈസ കയ്യിലാക്കാനായിട്ട് അച്ഛൻ ഞാൻ പറയുന്ന പോലെ കേട്ടാൽ നമുക്ക് പൈസ കയ്യിലാക്കാം. ഇല്ലെങ്കിൽ ഈ പൈസ മുഴുവനും പോവുകയും ചെയ്യും. അവര് എന്നെ കള്ളനാക്കി മുദ്ര കുത്തുകയും ചെയ്യും. അച്ഛൻ ആലോചിച്ചു. മകനല്ലേ പറയുന്നത്, എന്താ ചെയ്യുക? സമ്മതിച്ചു. എന്താ ഞാൻ ചെയ്യണ്ടേ? അച്ഛൻ ചോദിച്ചു. പാപ്പുബുദ്ധി പറഞ്ഞു, ആ മരത്തിന്റെ അകത്ത് ഒരു വലിയ തുളയുണ്ട്. അച്ഛൻ ആ തുളയ്ക്കകത്ത് കയറിയിരിക്കണം. അതിനകത്താണ് ഞാൻ പൈസയും വെച്ചിരിക്കുന്നത്. രാവിലെ പോയി ഇരിക്കണം. ഞാൻ ഉച്ചയാകുമ്പോഴത്തേക്കും ആൾക്കാരെയും കൊണ്ട് അവിടെ എത്താം. എന്നിട്ട് ഞങ്ങൾ ചോദിക്കും, ആരാണ് പൈസ എടുത്തത്? അച്ഛൻ മരത്തിനുള്ളിൽ നിന്ന് ധർമ്മബുദ്ധിയാണ് പൈസ എടുത്തത് എന്ന് മാത്രം പറയുക. ബാക്കി ഞാൻ നോക്കിക്കോളാം. അവരെല്ലാം തീരുമാനിച്ച പോലെ അച്ഛൻ രാവിലെ ചെന്ന് കട്ടിച്ചെന്ന് ആ മരത്തിനകത്ത് കയറിയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ധർമ്മബുദ്ധിയും പാപബുദ്ധിയും നാട്ടിലെ പ്രമാണികളും നാട്ടുകാരും എല്ലാവരും കൂടെ ആ മരത്തിനടുത്തെത്തി. എന്നിട്ട് പാപബുദ്ധി വളരെ ഒച്ചയിൽ ചോദിച്ചു, ആത്മാവേ, മരത്തിന്റെ ആത്മാവേ, ആരാണ് ഈ പൈസ എടുത്തത്? അങ്ങേക്കറിയാമെങ്കിൽ പറയൂ. ആ മരത്തിനകത്ത് പാപബുദ്ധിയുടെ അച്ഛൻ ഇരിപ്പില്ലേ? അച്ഛൻ പറഞ്ഞു, ഞാൻ സത്യമേ പറയൂ. കള്ളൻ ധർമ്മബുദ്ധിയാണ്. അവനാണ് ഈ പൈസ മുഴുവനും എടുത്തത്. അത് കേട്ടതും എല്ലാവരും ഞെട്ടിപ്പോയി. ഇങ്ങനെയും ആത്മാവുണ്ടോ മരത്തിൽ? പക്ഷേ ആത്മാവ് പറഞ്ഞതല്ലേ, സത്യമായിരിക്കും. എല്ലാവരും പരസ്പരം ആലോചിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ തുടങ്ങി. പക്ഷെ ധർമ്മബുദ്ധിക്ക് മനസ്സിലായി, താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇതിലെന്തോ ഒരു കള്ളക്കളിയുണ്ട്. മരത്തിന് ആത്മാവുണ്ടെങ്കിൽ അത് നുണ പറയില്ല. ഇതിലെന്തോ ഒരു കള്ളക്കളിയുണ്ടെന്ന്. ധർമ്മബുദ്ധി എന്ത് ചെയ്തു? അവിടെ കിടന്ന് കുറച്ച് ഉണക്കയില എടുത്തു. എന്നിട്ട് ആ മരത്തിന്റെ പൊത്തിലേക്ക് ഇട്ടു. എന്നിട്ട് തീ കൊളുത്തി. അപ്പൊ ഉണക്കയിലല്ലേ, എന്തു പറ്റും? അതിനെല്ലാം തീ പിടിച്ചു. തീ പിടിച്ചതും ഉടനെ അത് പുകയെ മാറി. പാപബുദ്ധിയുടെ അച്ഛന് ആ ചൂടും പുകയും സഹിക്കാൻ പറ്റിയില്ല. അയാൾ എഴുന്നേറ്റ് ഒറ്റ ഓട്ടം. അവിടെ നിൽക്കുന്ന ആൾക്കാർ മരത്തിനുള്ളിൽ നിന്ന് വരുന്ന ഒരു വൃദ്ധനെ കണ്ട് ഞെട്ടിപ്പോയി. ഏയ്, നിങ്ങളെന്താ അവിടെ ചെയ്യുന്നത്? എന്തു പറ്റി? വേറെ മാർഗമൊന്നുമില്ലായിരുന്നു. പാപബുദ്ധിയുടെ അച്ഛൻ എല്ലാ സത്യങ്ങളും നാട്ടുകാരോട് പറഞ്ഞു. സത്യങ്ങൾ കേട്ട നാട്ടുകാരും നാട്ടുപ്രമാണികളും പാപബുദ്ധിയെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. അവരെല്ലാവരും കൂടി പാപബുദ്ധിയെ കള്ളനെന്ന് മുദ്ര കുത്തി നാട് കടത്തി. എല്ലാവരും ധർമ്മബുദ്ധിയുടെ ധൈര്യവും ബുദ്ധിയും അഭിനന്ദിച്ചു. കൂട്ടുകാർക്ക് പഞ്ചതന്ത്രത്തിൽ നിന്നുള്ള ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്താണ് ഇതിൽ നിന്ന് വരുന്ന സന്ദേശം? എപ്പോഴും കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക. നിങ്ങൾ മോശമായ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിന്റെ വില നിങ്ങൾ കൊടുക്കേണ്ടി വരും. അത് കാരണം നിങ്ങൾ
കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിച്ച് തിരഞ്ഞെടുക്കുക. മറ്റൊരു കഥയുമായി കാതിക നാളെ വീണ്ടും. നന്ദി, നമസ്കാരം.